ഇന്ന് എനിക്ക് സർവീസിനായിട്ട് വന്നിട്ടുള്ളത് ഒരു സ്പീക്കറാണ്. ഈ സ്പീക്കർ ഒന്ന് അഴിച്ചു നോക്കാം. ഇതിലുള്ള ബോർഡ് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ബോർഡ് അഴിച്ചു നോക്കിയപ്പോൾ ഇതിലുള്ള ചാർജിങ് ജാക്ക് പോയിട്ടുണ്ട്, പിന്നെ ബാറ്ററി കണക്ടറും പോയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള സ്പീക്കറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിലുള്ള ബോഡി എല്ലാം അഴിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ സ്പീക്കറിന് വലിയ കുഴപ്പമൊന്നുമില്ല. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3.2 വോൾട്ടേജ് ഇതിലുണ്ട്. ഇപ്പോൾ ബാറ്ററിക്ക് ഡാമേജ് ഒന്നുമില്ല. ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സ്പീക്കറും ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ സ്വിച്ച് ഓൺ ആക്കി നോക്കുമ്പോൾ ഇതിലുള്ള നീല LED ഓൺ ആയി ഓഫ് ആയി കൊണ്ടിരിക്കുന്നതായി നിങ്ങൾ കാണുന്നില്ലേ. ഒന്നുകൂടെ ഞാൻ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കുറെ പ്രിന്റുകൾ പോയതായി കാണുന്നുണ്ട്. ഇതൊരു 5 വോൾട്ടിന്റെ ചെറിയൊരു ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ ഒരു ബ്ലൂടൂത്തിന്റെ ചെറിയൊരു ബോർഡും ഞാൻ എടുത്തിട്ടുണ്ട്. ആംപ്ലിഫയർ ബോർഡും ബ്ലൂടൂത്ത് മൊഡ്യൂളും ഞാൻ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 5 വോൾട്ടിന്റെ കണക്ഷൻ ആണ്. ഇനി സ്പീക്കർ ആംപ്ലിഫയർ ബോർഡിൽ ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്പീക്കറിന്റെ ബോർഡുകളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ ആംപ്ലിഫയർ ബോർഡിലേക്ക് 5 വോൾട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കണക്ട് ചെയ്ത് ഇതിൽ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഇതുപോലത്തെ വീഡിയോസിനെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.